ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന വാർത്ത ഇന്ത്യ ഗ്രീസുമായിട്ട് സൈനിക സഖ്യത്തിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഇത് ശരിക്ക് വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിന് പണി കൊടുക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ നീക്കം തന്നെയാണോ? ഉറപ്പായിട്ടും. അതായത് തുർക്കിയുടെ ഉർദുഗാൻ്റെ ഒരു മനോവിചാരം എന്ന് പറയുന്നത് ഈ മുസ്ലിം കൂട്ടായ്മ രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇറാൻ, പാകിസ്ഥാൻ, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു നേതാവ് താനാണ് എന്ന് സ്വയം കരുതി പ്രവർത്തിക്കുന്ന ആളാണ് ഉർദുഗാൻ, റജബ് തയ്യിബ് ഉർദുഗാൻ, അതിൻ്റെ നേതാവ്. അപ്പോൾ ഈ ഉർദുഗാനാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണ കൊടുത്ത ഒരു രാജ്യങ്ങളിലൊന്ന് തുർക്കി. ഈ തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് ഇന്ത്യയെ ലക്ഷ്യമാക്കി വന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇന്ത്യയുടെ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിക്കുകയും കൂടി ചെയ്ത രാജ്യമാണ് തുർക്കി. അപ്പോൾ അന്ന് മുതൽ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയാണ് തുർക്കി. ഇപ്പോൾ തുർക്കിക്കെതിരെ നമ്മൾ നയതന്ത്രപരമായ പണി കൊടുത്തു. അതുകൂടാതെ ഇപ്പോൾ സൈനികമായി അവരെ എങ്ങനെ ചെറുത്ത് തോൽപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ തുർക്കിയുടെ ശത്രു രാജ്യങ്ങളുണ്ട്. അതൊന്ന് ഗ്രീസ്, ഒന്ന് സൈപ്രസ്. സൈപ്രസിൽ ഏതാണ്ട് 24 വർഷത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തി. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതുമാത്രമല്ല, സൈപ്രസിന് പുതിയ ആയുധങ്ങൾ നൽകാനും ഇന്ത്യ സന്നദ്ധമാണെന്ന് അറിയിച്ചു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഗ്രീസിനെയും പരിഗണിക്കുന്നത്. ഗ്രീസുമായിട്ടും തുർക്കി അത്ര രസകരമായ ബന്ധത്തിലല്ല ഉള്ളത്. നിലവിൽ അവിടെ ഇന്ത്യൻ നാവികസേന അവിടെ ഗ്രീസുമായിട്ട് സംയുക്ത സൈനികാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഒരു സൈനികാഭ്യാസം നടന്നിരുന്നു. ഇപ്പോൾ സൈനികാഭ്യാസം നടക്കുന്നു. അതിൻ്റെ പേര് ഇനിയോക്കോസ് എന്നാണ് സൈനികാഭ്യാസത്തിൻ്റെ പേര്. അത് മെഡിറ്ററേനിയനിലും എയ്ജിയോൺ സീയും, എയ്ജിയോൺ എന്ന് പറയുന്ന കടൽ, ആ ഒരു സമുദ്രപ്രദേശത്തുമാണ് ഈ 2 പ്രാവശ്യമായിട്ടും സൈനികാഭ്യാസം നടത്തി. അതുകൂടാതെ ഇന്ത്യയുടെ വ്യോമസേനാ തലവൻ അമർപ്രീത് സിംഗ് ഇപ്പോൾ ഗ്രീസിലാണുള്ളത്. അവിടെ ഔദ്യോഗിക സന്ദർശനത്തിന് പോയേക്കുകയാണ്. അപ്പോൾ അവിടെ വിമാനത്താവളത്തിൽ അവിടെ ഈ ഗ്രീസിൻ്റെ വ്യോമസേനയുടെ പേര് ഹെലനിക് എയർഫോഴ്സ് എന്നാണ്. അപ്പോൾ അവൻ്റെ ചീഫ് ദിമോസ്തനീസ് ഗ്രിഗോറിയോസ് അയാൾ നേരിട്ട് വന്നാണ് ഇയാളെ സ്വീകരിച്ചിട്ടൊക്കെ പോയത്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സൈനിക നടപടിയുടെ സൈനിക രഹസ്യങ്ങളടക്കമുള്ള നിർണായക വിവരങ്ങൾ ഗ്രീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഏത് രീതിയിലാണ് പാകിസ്ഥാനിൽ സൈനിക ഓപ്പറേഷൻ നടത്തിയ അതിൻ്റെ വിവരങ്ങൾ ഗ്രീസുമായി പങ്കിടണം. കാരണം അവർക്ക് തുർക്കിയുടെ ഭീഷണിയുണ്ട് വലിയ രീതിയിൽ. അതുകൊണ്ട് തുർക്കിയെ നേരിടാനായിട്ട് തന്ത്രപരമായ പിന്തുണ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വേണം. അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാൻ, സൈനികമായിട്ടുള്ള ഇത്തരം സഹകരണം വർദ്ധിപ്പിക്കാനാണ് 2 രാജ്യങ്ങളുടെയും തീരുമാനം. സ്വാഭാവികമായിട്ടും ഇന്ത്യ നൽകാനായിരിക്കും സാധ്യത. പ്രത്യേകിച്ച് ഈ ആക്രമണത്തിന് സമയത്ത് പാകിസ്ഥാന് വലിയ പിന്തുണ കൊടുത്തതല്ലേ? അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ തുർക്കി എന്ന് പറയുന്നത് ആ ഒരു മേഖലയിലെ വലിയൊരു സൈനിക ശക്തിയാണ്. അവർ നാറ്റോ സഖ്യരാജ്യം കൂടിയാണ്. അവർക്ക് നിലവിൽ ലിബിയ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സൈനിക താവളമുണ്ട്. അപ്പോൾ സ്വന്തം രാജ്യത്തിന് പുറമെ മറ്റ് സ്ഥലങ്ങളിലും സൈനിക താവളം ആരംഭിക്കാനും മാത്രം സൈനിക ശേഷിയുള്ള രാജ്യമാണ് തുർക്കി എന്ന് ചുരുക്കം. അപ്പോൾ ഇവർ ഈ നാറ്റോ സഖ്യ രാജ്യമായിട്ട് കൂടി ഇവർ ഈ ഉക്രൈൻ സംഘർഷം ഉണ്ടല്ലോ, ഉക്രൈൻ സംഘർഷത്തിൽ നാറ്റോ എന്ന് പറയുന്നത് ഉക്രൈനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സഖ്യമാണ്. കാര്യം നാറ്റോയുടെ ആയുധങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ പിന്തുണയാണ് ഉക്രൈന് കിട്ടിക്കൊണ്ടിരുന്നത്. റഷ്യ എതിർചേരിയിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് പോലും റഷ്യയുമായിട്ടുള്ള സഹകരണം വേണ്ടെന്ന് വെക്കാതിരുന്ന ഒരു രാജ്യം കൂടിയാണ് തുർക്കി. ഒരു ഡബിൾ സ്റ്റാൻഡ് അവരുടെ, അതായത് തന്ത്രപരമായൊരു സമീപനം സ്വീകരിക്കുന്നതാണ്. അതേസമയം ഉക്രൈന് വേണ്ട ഡ്രോണുകളും മറ്റ് സഹായങ്ങളും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. റഷ്യ ഒട്ട് പിണക്കുകയും ചെയ്തില്ല. ഇങ്ങനൊരു സമീപനം എടുത്ത ഒരാളാണ്. അതേപോലെ തന്നെ ഇവർ ഈ ഫലസ്തീൻ വിഷയത്തിൽ അവർ ഹമാസിനൊപ്പമാണ്. ഹമാസിൽ അവരുടെ ആ ഒരു കോസിനെ, അതായത് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആശയത്തെ പിന്തുണയ്ക്കുകയും ഹമാസിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാണ് തുർക്കിയും, പ്രത്യേകിച്ച് ഉർദുഗാൻ. എന്നാൽ ഇവർക്ക് ഇറാനിലെ ഹിസ്ബുള്ളയായിട്ട് അത്ര വലിയ സുഖത്തിലുമല്ല. കാരണം ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാനാണ്. അവരുമായിട്ട് വലിയ രസത്തിലുമല്ല. അങ്ങനെ ഇവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളോടനുസരിച്ച് നിൽക്കുന്ന രാജ്യം കൂടിയാണെന്ന് ചുരുക്കം. ഇനി എന്തുകൊണ്ട് ഗ്രീസും തുർക്കിയുമായിട്ട് ശത്രുത വന്നു എന്നുള്ളതാണ് കാര്യം. ഇവർക്ക് ഇവരുടെ സമുദ്ര മേഖലയിൽ കുറച്ച് ദ്വീപുകളുണ്ട്. ആ ദ്വീപുകളിൽ സൈനിക സാന്നിധ്യം ഉണ്ടാകരുത് എന്ന തരത്തിൽ ഇവർക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ലാൻസോം എഗ്രിമെൻറ്റ് എന്നാണ് ആ കരാറിൻ്റെ പേര്.
അപ്പോൾ അത് പ്രകാരം ഇവരുടെ സമുദ്ര തീരത്തുള്ള ദ്വീപുകളിൽ സൈനിക സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ധാരണയുണ്ട്. എന്നാൽ തുർക്കി ആരോപിക്കുന്നത് ഇവരുടെ ഒരു ദ്വീപ്, ആ ദ്വീപിൽ ഗ്രീസ് സൈനിക സാന്നിധ്യം ഉറപ്പിക്കാൻ രഹസ്യമായി ശ്രമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഗ്രീസിൻ്റെ വാദം അവരുടെ മേഖല സംരക്ഷിക്കാൻ അവർക്ക് പരമാധികാരമുണ്ട്. അത് മാത്രമല്ല, ഇവർ ഏതാണ്ട് 6 നോട്ടിക്കൽ മൈലിനപ്പുറം ഇവരുടെ സമുദ്രാതിർത്തി അംഗീകരിക്കുന്നില്ല. ഗ്രീസിൻ്റെ സമുദ്രാതിർത്തി 6 നോട്ടിക്കൽ മൈൽ അപ്പുറം ഇല്ല എന്നാണ് തുർക്കിയുടെ വാദം. എന്നാൽ ഗ്രീസ് പറയുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് 12 നോട്ടിക്കൽ മൈൽ വരെ അവരുടെ സമുദ്രാതിർത്തി ആവാം എന്നത് പറയും. അതുമാത്രമല്ല, ഈ ഗ്രീസും സൈപ്രസുമായിട്ട് ഒരു ജലത്തിനടിയിൽ കൂടെയുള്ള ഒരു ഇലക്ട്രിക്കൽ ലൈൻ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. അപ്പോൾ അതിനെ തുർക്കി എതിർക്കുകയാണ്. അങ്ങനെ ഇലക്ട്രിക്കൽ ലൈൻ വലിക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് ഗ്രീസ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കപ്പലുകളെ സൈനികമായി തന്നെ തടയുന്ന നടപടികളൊക്കെ തുർക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗ്രീസും തുർക്കിയും തമ്മിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന പോലെ ഉള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ തന്ത്രപരമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഒരു വശത്ത് സൈപ്രസിനെ പിന്തുണയ്ക്കുക തുർക്കിക്കെതിരെ, മറുവശത്ത് ഗ്രീസിനെയും സൈനികമായിട്ട് പിന്തുണയ്ക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തുർക്കിയുമായിട്ടുള്ള ഈ ബന്ധം ഇത്ര ശിഥിലമായത്. കാരണം അവർ എന്തടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനെ പിന്തുണച്ചതെന്ന് ചോദിച്ചാൽ ഉർദുഖാൻ്റെ സ്ഥാപിത താല്പര്യമാണ് ഇതിന് പിന്നിൽ. കാര്യം ഉർദുഖാൻ ഈ മുസ്ലിം കൂട്ടായ്മയുടെ തലവനാകാൻ സ്വയം തലവനാണെന്ന് ധരിച്ച് അതിൻ്റെ ഒരു പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അവരുടെ സംരക്ഷണ ചുമതല അങ്ങ് ഏറ്റെടുക്കുന്ന ഒരു സമീപനമാണ് ഉർദുഖാൻ സ്വീകരിക്കുക. അതുകൊണ്ടാണ് രഹസ്യമായി തുർക്കിയുടെ ചരക്ക് വിമാനങ്ങൾ അവിടെ വരികയും അവരുടെ കപ്പലുകളൊക്കെ എത്തുകയും ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞത് വന്ന വഴിക്ക് ഇന്ധനം തീർന്നു പോയതുകൊണ്ട് അവിടെ നിർത്തി എന്നൊക്കെ ഉള്ള വാദങ്ങളാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവർ ആയുധങ്ങളും കൊണ്ട് വന്നതാണ്. ഇന്ത്യ ലക്ഷ്യമാക്കി വന്ന ഡ്രോണുകളെല്ലാം തുർക്കിയുടേതായിരുന്നു. പക്ഷേ അത് ഇന്ത്യ ഫലപ്രദമായി വെടിവെച്ചിടുകയും ചെയ്തു. ഇനി ഇതിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ തുർക്കിയുടെ കാര്യത്തിൽ കർശന നിലപാടാണ് എടുത്തത്. അവിടെ നിന്നുള്ള കയറ്റുമതികൾ പൂർണ്ണമായും അവിടെ നിന്നുള്ള ഇറക്കുമതികൾ പൂർണ്ണമായും വേണ്ടെന്ന് നോക്കും. തുർക്കി ആപ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വലിയൊരു വിപണിയുള്ള ഒരു സാധനമാണ്. ഇന്ത്യയിൽ തുർക്കി ആപ്പിൾ അത് നല്ല ക്വാളിറ്റിയുള്ള സാധനം, അത് പറയണമല്ലോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അതിൻ്റെ ഇറക്കുമതി പൂർണ്ണമായും വേണ്ടാന്ന് വെച്ചു. തുർക്കി ബേസ്ഡ് അതായത് നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യുന്ന തുർക്കി ബേസ്ഡ് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടി വേണ്ടാന്ന് വെച്ചു. പിന്നെ തുർക്കിയിലോട്ടുള്ള വിനോദസഞ്ചാരികളുടെ യാത്ര, അതായത് അവിടെയുള്ള അസർബൈജാൻ പോലുള്ള വലിയ പ്രമുഖമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളൊക്കെയാണ്. അങ്ങോട്ടുള്ള യാത്രകൾ വേണ്ടെന്ന് വെക്കാൻ ഇവിടുത്തെ ഇന്ത്യയിലുള്ള ടൂർ ഓപ്പറേറ്റർമാർ സ്വയം തീരുമാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ ഒരുപാട് സിനിമകൾക്ക്, ബോളിവുഡ് സിനിമകളുടെ പതിവ് ലൊക്കേഷനുകളൊക്കെ ഒന്നാണ് ഈ അസർബൈജാൻ എന്ന് പറയും. അതുമാത്രമല്ല, ഈ അസർബൈജാൻ വലിയ വലിയ സമ്മേളനങ്ങൾക്കൊക്കെ വേദിയാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഇന്ത്യ സ്വയം സ്വയം തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ശത്രുക്കളുടെ ലിസ്റ്റിൽ പാകിസ്ഥാൻ, ചൈന എന്ന പോലെ പ്രമുഖമായ സ്ഥാനം ഇപ്പോൾ തുർക്കിക്കുണ്ട്. അപ്പോൾ അതിനെതിരെ ആരൊക്കെ അണിനിരത്താൻ പറ്റും, ആ രീതിയിലാണിപ്പോൾ ഇന്ത്യ കാര്യങ്ങൾ നീക്കുന്നത്.